ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റും ചെയ്യും ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷനിലുമാണ് അത്. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ മെസ്സേജസ് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, ലിയോയുടെ ഓവറോൾ എനർജി 7 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് പേജ് ഓഫ് വോൺസ്. നിങ്ങളുടെ മ്യൂച്വൽ കറണ്ട് സിറ്റുവേഷൻ ജഡ്ജ്മെൻറ്റ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 5 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഏസ് ഓഫ് വോൺസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ പേജ് ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ 6 ഓഫ് കപ്സ്. അപ്പോൾ ലിയോ, ഞാനിവിടെ കാണുന്നത് 7 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ കറണ്ട് ഓവറോൾ എനർജി. ഇത് കൺഫ്യൂഷൻ്റെ എനർജിയാണ്. ഇത് കുറേ ഓപ്ഷൻസ് ഉള്ള എനർജിയാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല. ഓക്കെ, എന്തോ കുറേ ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ് ഇവിടെ. പേജ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി. ഈ പേഴ്സണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലൈക്കിംഗ് ഉണ്ട്, പക്ഷെ അതും അത്ര ഒരു ലവ് ആയിട്ടില്ല. ഇതൊരു അട്രാക്ഷൻ്റെ എനർജിയാണ്. അപ്പോൾ അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊരു പുതിയ പേഴ്സൺ ആയിരിക്കാം, ഓർ എൽസ് മേ ബി നിങ്ങൾ മുമ്പേ ഒരുമിച്ചുണ്ടായിരുന്നു, ഒരു ഫ്രണ്ട്സ് ആയിരുന്നു വെച്ചാൽ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ഈ പേഴ്സൺ നിങ്ങളെ ആദ്യം തിരിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ടാവുക. ജഡ്ജ്മെന്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു റിന്യൂവൽഡ് എനർജിയാണ്, ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജിയാണ്. അപ്പോൾ എന്താണ് ഈ 7 ഓഫ് കപ്സ് ഇവിടെ? 8 ഓഫ് കപ്സ്. അപ്പോൾ ഓവറോൾ എനർജി ഞാൻ പറഞ്ഞ മാതിരി 7 ഓഫ് കപ്സ് ഒരു കൺഫ്യൂഷന്റെ എനർജിയാണ്, പക്ഷെ 8 ഓഫ് കപ്സ് ഒരു ഡിസ്ഇൻട്രസ്റ്റഡ്, ഒരു ഡിസപ്പോയിൻമെന്റ് എനർജിയാണ്. മേ ബി നിങ്ങളുടെ റീസെന്റ് പാസ്റ്റിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. അതല്ല വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഓൾറെഡി ഈ പേഴ്സണെ മീറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ നിങ്ങൾ കുറച്ചൊരു ഡിസപ്പോയിൻറ്റഡ് ആണ്. എന്നുവെച്ചാൽ ഇവിടെ ഒരു കോൺക്രീറ്റ് ആയിട്ട് ഒരു ഒരു സ്റ്റേബിലിറ്റി ഇല്ല, ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്. ഈ പേഴ്സന്റെ എനർജി പേജ് ഓഫ് വോൺസ് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. Chariot and 2 of wands. അപ്പോൾ അവർക്ക് മുമ്പോട്ട് വരണം എന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഒരു കമ്മിറ്റ്മെന്റ് വേണം എന്നുണ്ട്, പക്ഷെ അവർ ഇതുവരെ ഷുവർ അല്ല. അവരിപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ആലോചിക്കണത്. ഫ്യൂച്ചറിൽ ഇത് വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലേ പറഞ്ഞാൽ അവർ കുറച്ചൊരു ഹെസിറ്റന്റ് ആണ് ഈ സമയത്ത്. ഓണസ്റ്റ്ലി അവർക്കും വേറെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അവർ പ്രോസ് ആൻഡ് കോൺസ് വെയ് ചെയ്യണേ. അപ്പോൾ അവരുടെ സൈഡിന് ഒരു ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ടായാലും അവര് കമ്മിറ്റ്മെന്റ് ഇവിടെ ഇല്ല. അപ്പൊ ജഡ്ജ്മെന്റ് ഇവിടെ എന്താണ്? ജഡ്ജ്മെന്റ് ഇവിടെ ഫൂൾ എനർജിയാണ്, ഏരീസ് എനർജി. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ആൻഡ് 4 ഓഫ് വോൺസ്, ഇതൊരു കമ്മിറ്റ്മെന്റ് എനർജിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു പേഴ്സൺ
ഒരു കാഷ്വൽ ആയിട്ടാണ് കാര്യങ്ങൾ എടുക്കണേ, ആൻഡ് മറ്റേ പേഴ്സൺ കുറെ ഒരു സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ എടുക്കണേ. ഇപ്പൊ ഇത് നിങ്ങളുടെ എനർജിയാണോ അവരുടെ എനർജിയാണോ അത് നിങ്ങൾക്കേ അറിയുള്ളൂ. പക്ഷെ ഞാൻ കാണുന്നത് ഇവിടെ ഒരു പേഴ്സന്റെ എനർജി കാഷ്വൽ ആണ്, മറ്റേ പേഴ്സന്റെ എനർജി ഒരു സീരിയസ് ടൈപ്പാണ്, അവർക്ക് ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് വേണം. 5 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ ഇതിനെ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് എവിടെയോ തോന്നുന്നത് എന്താ വെച്ചാൽ ഇത് വർക്ക്ഔട്ട് ചെയ്യില്ല. ഈ പേഴ്സന്റെ എനർജി കിങ് ഓഫ് സോഡ്സ് ആണ്. ഇവര് കുറെ ഒരു പ്രാക്ടിക്കലായി കാര്യങ്ങളാണ് ചിന്തിക്കണം ഈ സമയത്ത്. ആൻഡ് അവർക്ക് ഞാൻ പറഞ്ഞ മാതിരി അവർക്ക് ആ ഇമോഷൻസ് ഫീലിങ്സ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല, ഓരൽസ് അവർക്ക് ഇതുവരെ പറഞ്ഞ അങ്ങനത്തെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിട്ടില്ല. അവർ കൂടുതൽ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലാണ് ചിന്തിക്കണേ. അപ്പൊ ഈ 5 ഓഫ് കപ്സ് നിങ്ങളുടെ എനർജി എന്താണ്? 4 ഓഫ് കപ്സ്. അപ്പൊ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ലെവൽസും കുറയാൻ തുടങ്ങിയിരിക്കണു. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ എനർജി അല്ല വേണ്ടേ, നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ആണ് വേണ്ടേ. അപ്പൊ കിങ് ഓഫ് സോഡ്സ് ഇവിടെ ഈ പേഴ്സന്റെ എനർജി എന്താണ്? 2 ഓഫ് കപ്സ്. ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവ് ഉണ്ട്, പക്ഷെ ഇവിടെ മേ ബി വേറെ ഒരു പേഴ്സണും ഇൻവോൾവ് ആയിരിക്കാം. അതല്ലച്ചാ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാൻ വഴിയുണ്ട്. അതല്ലച്ചാ അവരുടെ മനസ്സിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ആണ്, അവർക്ക് അറിയില്ല ഇത് വർക്ക്ഔട്ട് ചെയ്യോ ഇല്ല എന്ന്. ഏസ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ഇന്റൻഷൻ. നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് വേണം, പാഷൻ വേണം, ഒരു ആക്ഷൻ നിങ്ങൾക്ക് കാണണം. പറഞ്ഞാൽ ഈ പേഴ്സൺ സീരിയസ് ആണ് വെച്ചാൽ അവർ നിങ്ങളോട് അത് പറയട്ടെ. പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ആണ് നിങ്ങളുടെ. ഈ പേഴ്സന്റെ എനർജി കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ് ഇന്റൻഷനിൽ. അവർക്കൊരു സ്റ്റെബിലിറ്റി വേണം അവരുടെ ലൈഫിൽ. മേ ബി ഫിനാൻഷ്യലി അവർ ഇതുവരെ സ്റ്റേബിൾ ആയിരിക്കില്ല. അപ്പോൾ അവർക്ക് ആ സ്റ്റെബിലിറ്റി കിട്ടിയാലേ അവർ ചിലപ്പോൾ കമ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഏസ് ഓഫ് വോൺസ് ഇവിടെ എന്താണ് നിങ്ങളുടെ ഇന്റൻഷൻ ആയിട്ട്? 3 ഓഫ് പെന്റിക്കിൾസ്. ഈ പേഴ്സന്റെ എനർജിയിൽ സ്ട്രെങ്ത്. അപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ അത് സോർട്ട് ഔട്ട് ചെയ്യാനാണ് നോക്കുന്നത്. ഈ സമയത്ത് അവർക്ക് ഫിനാൻഷ്യലി ആ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അവർക്ക് സ്റ്റേബിൾ ആയിട്ട് വേണം നിങ്ങൾക്കൊരു ഓഫർ തരാൻ. അപ്പോൾ അവർ അതിലാണ് വർക്ക് ചെയ്യണത്. നിങ്ങളുടെ എനർജിയിൽ 3 ഓഫ് പെന്റിക്കിൾസ്. നിങ്ങൾക്കും ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണം എന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സന്റെ സൈഡിനും എന്തെങ്കിലും എഫേർട്ട് ഉണ്ടാവണം. അതാണ് നിങ്ങളുടെ ഇഷ്യൂ. നിങ്ങളുടെ ആക്ഷൻ ഫ്യൂച്ചറിൽ പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പേഴ്സണോട് നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ തുറന്ന് പറയാൻ പോകുന്നുണ്ട്. ഈ പേഴ്സണും റീകൺസിലിയേഷനിലേക്ക് വരും. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആണ്, ഇതെവിടെയും മുമ്പോട്ട് പോകില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാച്ചാൽ ഇതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. ഓക്കെ, പേജ് ഓഫ് കപ്സ് ഇവിടെ ഏസ് ഓഫ് സോഡ്സ്. ആൻഡ് ഈ പേഴ്സന്റെ എനർജിയിൽ 6 ഓഫ് കപ്സ് എന്താണ്? ടെമ്പറൻസ്. എല്ലാം ബാലൻസ് ആവുമ്പോഴാണ് എല്ലാം അവരുടെ വർക്ക് ലൈഫ്, അവരുടെ കരിയർ, ഫിനാൻസസ് ഒക്കെ ശരിയാവുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്ത് വരും, ഒരു ഓഫർ കൊണ്ടുവരും. പക്ഷെ നിങ്ങളും ഈ പേഴ്സണോട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്, തുറന്ന് പറയാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ സൈഡിലും ഒരു ഹെസിറ്റേഷൻ ഒന്നുമില്ല. അപ്പോൾ എന്താണ് ഔട്ട്കം? ഈ റിലേഷൻഷിപ്പിൽ ഔട്ട്കം ആണ് 4 ഓഫ് പെന്റിക്കിൾസ്. ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും വിഡ്രോ ചെയ്തിരിക്കണു. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷൻ കുറച്ചൊരു ടോക്സിക് ആണ്. ഇവിടെ ഫിനാൻഷ്യൽ ഇഷ്യൂസും ഉണ്ടാവാൻ വഴിയുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പ് ഒരു മുമ്പോട്ട് പോവും. ആൻഡ് ഇവിടെ കുറെ സക്സസ് കാണുന്നുണ്ട്. പക്ഷെ അത് ഈ സമയത്തല്ല, കുറച്ച് സമയം എടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് അക്വേരിയസ് ഉണ്ട്, ഫയർ സൈൻ ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, ജെമിനി ഉണ്ട്, ടോറസ് ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് സൈൻസ് ഇവിടെ. അപ്പൊ എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ള മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? I look for you everywhere. I wish things would be different. I wish I could share my good news with you. And I love you. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ് ലിയോ. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.